എന്തോടാ കൂട്ടാ? അയ്യോ ഇത് പൂലല്ലേ? പപ്പ ഇത് വെക്കാൻ തുടങ്ങിയോ? ബാഡ് കാര്യം എന്റെ പപ്പ. നീ എന്റെ മോനാ. സുന്ദരിയാണല്ലോ. ഗേൾഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല ഇതിനൊക്കെണ്ടോ? നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ പ്രധാനം. വീഡിയോനോടാണോ പ്രണയം? വീഡിയോയുടെ പ്രണയം സ്നേഹിക്കും. കല്യാണം ചിലപ്പോ കഴിക്കും. വീഡിയോനെയോ? ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരെ ഒരു മിനിറ്റ്. രേമ്പൊക്കെ വന്ന് വിടാൻ പറ്റില്ല. പിന്നെ എന്തുവാ ഇന്ന് രാത്രി 12 മണിക്ക് നീ വീട്ടിൽ നിന്ന് കയറി ഞാൻ കണ്ടല്ലോ. അയ്യോ അത് ഞാനല്ലായിരിക്കും. പിന്നെ ആരാ? എന്റെ അന്തയാ? അല്ല പിന്നെ പൂച്ച വല്ലതും വന്നായിരിക്കും. പൂച്ച രണ്ടു കാലിന് മേൽക്കുവാണ് വരുന്നത്. പിന്നെ പൂച്ച എങ്ങനെ വരണം? അപ്പൂച്ചനെന്താ? ഞാൻ നിന്റെ പപ്പയാ. ഞാൻ പറഞ്ഞില്ലല്ലോ പപ്പയല്ലേ. അപ്പൂച്ച ഞാൻ നിന്റെ പപ്പയാണോ? അമ്മച്ചി അമ്മച്ചെടുത്ത് വെക്കണ്ടേ? മോന് തന്നെയല്ലേ? ഞാൻ നിന്റെ പപ്പയാണോ? ഞാനെന്ത് വേണം? മതി. കോൺഗ്രീഷനിൽ തന്നെ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കും. എന്തായാലും ബിസിനസ് പരിപാടി ചെയ്യണമെന്നുണ്ട്. ബിസ്ക്കറ്റ് വെച്ചോളാം. എന്താ പറഞ്ഞിട്ട് അടുത്ത ചോദ്യം. എന്ത് ബിസിനസ്? എങ്ങനത്തെ ബിസിനസ്? എന്ത് പ്രോഡക്റ്റ്? അത് ബിസ്ക്കറ്റ്. ഏത് ബിസ്ക്കറ്റ്? അത് മറ്റേ ചുമന്ന കളറിലെ. ഏത് ചുമപ്പ്? ഇനി നിങ്ങൾ പറ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇത് എൻ്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാമിൽ കോണ്ടന്റ് ക്രിയേറ്റ് ഒക്കെ ചെയ്ത് 1 മില്യണിലധികം മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഒക്കെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2 പേരാണ്. നമുക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം നെയിമിൽ നിന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാർക്കോണി ആൻഡ് കാസ്ബ്രോ. ഞാൻ കാസ്ബ്രോ എന്ന് പറഞ്ഞു പഠിച്ചോണ്ട് വരുമായിരുന്നു. നമുക്ക് പേരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു പേരിടാ റീസൺ? ചുമ്മാട്ടെ. എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഇല്ല ചുമ്മാട്ടെ. ചുമ്മാ മാർക്കോണി കാസ്ബ്രോ എന്ന് പറഞ്ഞു. വെറുതെ ഇവന് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ പുള്ളി പണ്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോ ഒരു വെറൈറ്റി ഫ്രീക്ക് പേര് വേണം. ആളിനെ എപ്പോഴും അടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോ റേഡിയോ പിടിച്ചാളാന്ന് മനസ്സിലായി. മാർക്കോണി. അതെ അതാണ്. അപ്പൊ കാസ്ബ്രോ അത് ഞാൻ എങ്ങനെ കിട്ടും എനിക്കറിയത്തില്ല. പണ്ട് ഒത്തിരി പണ്ടിട്ട് ഇങ്ങനത്തെ പേരൊക്കെ അത് മറ്റേ ക്ലാഷ് ഓഫ് ക്ലാൻ ഗെയിം ഒക്കെ കളിക്കത്തില്ലേ? ആ സമയത്ത് എല്ലാവരും വെറൈറ്റി പേര് ഇടത്തില്ലേ? അപ്പൊ ഒരു വെറൈറ്റി പിടിച്ചേ. ഓക്കെ. ഇപ്പൊ നമ്മള് നോക്കുമ്പോ നിങ്ങളുടെ വീഡിയോസിനൊക്കെ നല്ല മില്യൺ വ്യൂസ് ആണ്. ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നിങ്ങളുടെ അടുത്ത്? നമ്മള് ചേട്ടൻ തന്നെയാണോന്ന് ചോദിക്കും. ആണോ? അല്ല ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ്. എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? നീ പറയണത്. നീ പറ. അത് ഞങ്ങള് വീഡിയോ എടുത്ത് തന്നെ ഫ്രണ്ട്സ് ആയത്. അപ്പം പുള്ളി വേറെ അടുത്ത് വീഡിയോ എടുത്തോണ്ടിരുന്നേ, ഞാൻ വേറെ അടുത്ത് എടുത്തോണ്ടിരുന്നേ. അങ്ങനെ രണ്ടുപേരും ഒരു സമയത്ത് ഒരിടത്ത് വന്ന് എടുക്കണ്ടോ. അപ്പം അങ്ങനെ കണ്ട് കമ്പനിയായി. അങ്ങനെ അത് കമ്പനിയായി. അത്ര പിന്നെ വീഡിയോ എടുത്തു തുടങ്ങി. അപ്പൊ എന്തേലും ഞാൻ പറയുണ്ടായിരിക്കട്ടെ. എന്നിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പൊ നമ്മള് ചുമ്മാ ഫസ്റ്റ് ഒരു വീഡിയോ ചുമ്മാ എടുത്ത് ഇവന്റെ അക്കൗണ്ടിടെ അതിട്ട് അത് ഓക്കെ ആയിട്ട് കൂടി പോയി. പിന്നെ നമ്മൾ അടുത്ത ഇട്ട് അതും പോയി. രണ്ടാമത്തെ ഇട്ട് പിന്നെയും പോയി. പിന്നെ അങ്ങ് ശീലമാക്കി. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതെ. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ഈ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ? ക്യാമറമാൻ, നമ്മുടെ ക്യാമറമാൻ. അത് എന്നിട്ട് നമ്മള് കണ്ടന്റ് കൊണ്ടുവരും. ഒരു ഫസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ കാണും. എന്നിട്ട് നമ്മൾ കുറെ ടേക്ക് എടുക്കും. എന്നിട്ട് തുറക്കം കിട്ടും, പിന്നെ ഒരു മിഡ് കിട്ടും, പിന്നെ അവസാനം കിട്ടും. അപ്പൊ ഒരു റിഹേഴ്സൽ പോലെ കുറെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ടേക്ക് സെറ്റ് ചെയ്ത് വിടും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ കോണ്ടന്റ് ഐഡിയാസ് ഒക്കെ എങ്ങനെ ആരായിട്ടും കൂടുതൽ കൊണ്ടുവരുന്നത്? അങ്ങനൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് കിട്ടാത്തപ്പോ ഇവന് കിട്ടും, ഇവന് കിട്ടുമ്പോ എനിക്ക് കിട്ടും. ഞങ്ങൾക്ക് രണ്ടുപേരും കിട്ടാത്തപ്പോ അവന് കിട്ടും. ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്ത് അങ്ങനെയാണോ പരിപാടി? ചുറ്റും നടക്കുന്ന സംഭവം വായിക്കത്തില്ല, പക്ഷെ ചുറ്റിനെ വന്ന ക്യാരക്ടറിനെ എല്ലാം വായിച്ചു. ഇവൻ പ്രത്യേകിച്ച് എന്തേലും വീഡിയോക്കകത്ത് നമുക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വെച്ചേക്കും. അപ്പൊ ഏതെങ്കിലും വീഡിയോക്കകത്ത് കൂടുതൽ വയസ്സായവരെല്ലാം നോക്കും അവരെങ്ങനെ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, കയ്യിൽ എങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറിയായിരുന്നു. അപ്പൊ ഒരു പുള്ളി ചിലവർ
മറ്റേ ഇതിനകത്ത് ഫോണൊക്കെ എടുത്തു. അണ്ടർവെയറിനകത്ത് ഫോൺ വെക്കുമല്ലോ. അപ്പം ഈ ഇടത്തെ കൈയിന് കയ്യിൽ ഇങ്ങനെ മാറ്റിയിട്ട് വലത്തെ കൈ വെച്ച് ഫോൺ എടുത്തിട്ട് പിന്നെ വലത്തെ കൈ പൊക്കുമ്പോ തന്നെ കയ്യിലെടുത്ത് ഷട്ടർ പോലെ ഇടുന്നു. നല്ല രസമല്ലേ ഇത് കാണാൻ തന്നെ. ഞാൻ കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ അവരിങ്ങനെ സ്പീഡായിട്ട് ഇത് ചെയ്യും. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴും അത് കാണുമ്പോഴും ഒരു സ്ഥിരം ചെയ്യുന്ന ഒരു സാധനം തോന്നും. അല്ല അത് അങ്ങനെ കണ്ടിട്ട് കാണിച്ചു അങ്ങനെയൊക്കെ നോക്കൂ, ഇത്രേ ഉള്ളൂ. ഓക്കെ. അല്ലാതെ സംഭവങ്ങൾ നോക്കാറില്ല അങ്ങനെ. എന്ത് സംഭവം? അല്ലടാ, സംഭവമല്ല. നമ്മള് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നോക്കാന്ന് വെച്ചാൽ അങ്ങനല്ല, ക്യാരക്ടറിന് മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. നീ ഇത് ഇപ്പൊ ഈ പോയിന്റിൽ എടുത്തിട്ടപ്പോ അത് വേറെ ഞങ്ങള് ചോദിച്ചില്ലല്ലോ സംഭവങ്ങൾ നോക്കാറുണ്ടോ. അപ്പൊ നീ നോക്കാറുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലും ഇല്ല. ഞാൻ ക്യാരക്ടർ മാത്രമേ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ നോക്കാറില്ല. ഈ സ്ക്രിപ്റ്റ് ഈ കോമഡീസ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വട്ടം എടുത്ത് നിങ്ങൾ തന്നെ ചിരിക്കും. നോർമലി 2-3 വട്ടം എടുത്തൊക്കെ കഴിയുമ്പോഴും ഇല്ല. നമ്മൾ ഇട്ടിട്ട് ആൾക്കാരെ കണ്ടു വർക്കാ ഏറെക്കുറെ ഒരു ഇതറിയാം. ഓക്കെ ആയിരിക്കും. നമ്മുടെ വീഡിയോ നമ്മൾ ചില വീഡിയോ ഇപ്പൊ റീസെന്റ് ഇപ്പൊ പപ്പയെന്ന് പറഞ്ഞ സാധനം എടുത്തു. അറിയാവോ? അറിയാമെങ്കിൽ മാത്രം അച്ഛന്റെ പേര് വിളിച്ച് പോണാണോ സ്കൂട്ടറിന്റെ? അല്ല, അതേത് വീഡിയോ? ലാസ്റ്റ് വീഡിയോ അറിയാവോ? ലാസ്റ്റ് വീഡിയോ അറിയാവോ? അതേതാ അറിയത്തില്ല. കണ്ടന്റ് പറ, ഞാൻ പറയാം. അത് പറഞ്ഞുവിടും. നിന്റെ ഞാൻ പറയാം, എനിക്ക് മനസ്സിലായില്ല. എന്റെ പപ്പ അങ്ങനെ പറഞ്ഞ സാധനമില്ലേ? എന്റെ പപ്പ വണ്ടി കഴുകിട്ടല്ലേ. അത് കണ്ട് ഞങ്ങള് എടുത്തു കഴിഞ്ഞ കുറെ ചിരിച്ചായിരുന്നു. മുമ്പ് എടുത്ത ഷോട്ട് പിന്നെ അത് ഓക്കെ ആയ ഷോട്ട് കഴിഞ്ഞ് പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് മുമ്പ് എടുത്ത ഷോട്ട് ഒന്നുകൂടെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ചിരിച്ചായിരുന്നു ഞങ്ങൾ. ആദ്യമായിട്ട് കണ്ടപ്പോഴേ ഈ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചില ആൾക്കാരെ കാണുമ്പോ ആദ്യമായിട്ട് തോന്നുന്ന കുറെ ഇംപ്രഷൻസ് നമ്മൾ അവരായിട്ട് കമ്പനി ആയി കഴിയുമ്പോ അത് മാറുമല്ലോ. നല്ലതായിട്ട് മാറും, ചീത്തയായിട്ട് മാറും. അങ്ങനെ മാറി എന്തൊക്കെയാ? ബഹുമാനത്തോടെ ഒക്കെ ആയിരുന്നു. അത് മാറി. ഇപ്പം ഞങ്ങൾ ഇച്ചിരി ഏജിന്റെ 5-6 വയസ്സ് വ്യത്യാസമുണ്ട്. ആരാ മൂത്തത്? ഇവനാ മൂത്തത്. പിന്നെ എനിക്ക് 30 വയസ്സുണ്ട്. എനിക്കൊരു നീ പറ നിന്റെ വയസ്സ്. ഞാൻ ഇനി പറഞ്ഞെന്ന് പറഞ്ഞു എനിക്ക് ഞാൻ 1998 ജനിച്ചത്. എനിക്ക് അങ്ങനെ എത്ര വയസ്സുണ്ട് എനിക്ക്? എനിക്ക് എത്ര വയസ്സുണ്ട്? 28. എത്ര വയസ്സുണ്ട്? 30. മൂത്ത എന്നെ ചേച്ചിന്ന് ചേച്ചി. എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാം? 23, 25, 24, 26, 21. അത് 21 താഴെയല്ലേ? സോറി, എനിക്ക് തെറ്റിപ്പോയതാ. 21 ഉള്ളൂ. 23 ഒക്കെ പറയും. അത് പറഞ്ഞോട്ടെ. ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? ഇല്ല എന്തില്ലാതെ? നമുക്ക് വീഡിയോ എടുക്കുന്ന നമുക്ക് വീഡിയോ പ്രധാനം. വീഡിയോനോടാണോ പ്രണയം? വീഡിയോയുടെ പ്രണയം സ്നേഹിക്കും. കല്യാണം ചിലപ്പോ കഴിക്കും. വീഡിയോനെയോ? എന്താ ഇതുവരെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ലേ? തേപ്പ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. തേച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോഴുണ്ട്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താ? സ്റ്റാറ്റസ് മധുവിധു ആ പാട്ടൊക്കെ ഇട്ട് സ്റ്റാറ്റസ് ഇടും. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. നല്ല കണ്ടന്റ് ഞങ്ങൾ അവിടെ പറയത്തുള്ളൂ. ഇങ്ങനത്തെ കണ്ടന്റ് ആണോ പുറം ലോകം കാണാൻ? നല്ല തീരുമാനം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ആക്ടിങ് എങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഒരു മെയിൻ ലക്ഷ്യം സിനിമ തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങൾക്കും സിനിമ തന്നെ ഏതെങ്കിലും അവസരങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ. എപ്പൊ മുതലേ ഈ ഒരു ആക്ടിങ് ഒക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്? സ്വയം തിരിച്ചറിഞ്ഞത് എപ്പോഴും? ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് അങ്ങനെ. എനിക്ക് മനസ്സിലായിട്ടില്ല. എപ്പൊ തൊട്ടാ നടക്കില്ലേ? അറിയാം. അല്ല, നമ്മള് വീഡിയോ തുടങ്ങിയപ്പോ എനിക്ക് അപ്പോഴാണോ നിനക്ക് തുടങ്ങിയ? ഇപ്പൊ തുടങ്ങിയല്ലോ അപ്പൊ നിനക്കിത്. അല്ല, എന്റെ ഉള്ളിലൊരു കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ്. ഞാനിപ്പോഴും അറിയുന്നു. ചില തിരിച്ചറിവുകളൊക്കെ ലേറ്റ് ആയിട്ടല്ലേ? കഴിവുണ്ട്. ഈ പണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ടോ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, അല്ല പഠിക്ക് ജോലി വാങ്ങുന്നൊക്കെ? ഇപ്പൊ അങ്ങനൊന്നും പറയത്തില്ല. പണ്ട് എന്താ ആരാ പറയുന്നത്? വീട്ടില് ഫ്രണ്ട്സ്? വീട്ടില് ആരാണ്ടൊക്കെ പറഞ്ഞ ചെറിയൊരു ഓർമ്മയുണ്ട്. അങ്ങനെ വീട്ടിൽ അങ്ങനെ സീനൊന്നുമില്ല. ഇപ്പൊ അത് അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റീച്ചും നിങ്ങളുടെ കോണ്ടന്റ്സിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ കാണുമ്പോ മാറ്റി പറഞ്ഞു?
ആ അവര് അവരെ മനസ്സിലാവും. ഇപ്പൊ നമ്മള് കാണുന്നില്ലല്ലേ. അല്ല പറഞ്ഞവര് പറഞ്ഞ എന്നുവെച്ചാൽ അങ്ങനെ പറയുന്നില്ലേ. ഞങ്ങളിപ്പോ കുറച്ചു പേര് മാത്രമായിട്ടൊരു സർക്കിളിലാണ് പരിപാടിയെല്ലാം ചെയ്യുന്നത്. പിന്നെ അല്ലാതല്ലേ അങ്ങനെ ഇപ്പൊ വലിയ സർക്കിളല്ലേ നമുക്ക് ആർക്കും. ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ സോഷ്യൽ മീഡിയ പരിപാടീസ്? ഇവരുടെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട്. എന്റെ വീട്ടിൽ പോയിട്ട് ആ പാപ്പയൊക്കെ ഭയങ്കര സപ്പോർട്ടാ. ആ ഓക്കെ, ഭയങ്കര സപ്പോർട്ട്. ഇഷ്ടാണ്. ഇഷ്ടം. വീഡിയോസ് ഒക്കെ അവര് തന്നെ കണ്ട് വീട്ടിലെല്ലാരും ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ല എവിടെയാ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അല്ല എനിക്ക് അങ്ങനെ പ്രത്യേക സപ്പോർട്ടൊന്നും ഇല്ല. എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അല്ല എന്നാലും ഇനി ചെയ്യ വീഡിയോസ് ഇനി ഇടണം എന്നൊക്കെ ഇങ്ങനെ പറയില്ലേ? അങ്ങനെ ഇപ്പഴാ അങ്ങനെ കണ്ടിട്ട് തന്നിട്ട് ഇപ്പൊ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അല്ല പണ്ടങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചെയ്യണം ആഗ്രഹമുണ്ട്, അപ്പൊ തൊട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ റീസെന്റ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുമല്ലേ, അപ്പം വീഡിയോയില് ചെയ്തായിരുന്നല്ലോ നമ്മള്. ഈ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ശരിക്കും പരിപാടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലെക്സ് അടിക്കലും? ഫ്ലെക്സ് ചെയ്ത് നാട്ടിലാണ് നടക്കാത്ത പറ ഫ്ലെക്സിന്റെ പരിപാടി. അല്ല അതിപ്പോ എന്റെ വീടിന്റെ ആ വഴി കൂടി നടക്കാനേ വയ്യ, ഫുള്ള് ഫ്ലെക്സും കട്ടൗട്ട്സ് ഒക്കെയാ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളെ സർക്കിളിൽ എന്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് റിയൽ ഇൻസിഡന്റ് ആണോ? ഇൻസിഡന്റ് റിയൽ അല്ല, നമ്മളെ തന്നെ അത് ഒരു തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാന്. ഓക്കെ, വേറെ ആള് ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ ചെയ്തു. ഇതുപോലെ ഫ്ലെക്സ് വെക്കുന്നതിന്റെ തർക്കം വന്ന് ഞങ്ങൾ എന്റെ ഇടയ്ക്ക്. അപ്പം അത് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോ ഇതുപോലത്തെ 2 ക്യാരക്ടർ വെച്ച് നമുക്ക് പിടിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു ഓക്കെ അങ്ങനെ. നിങ്ങൾ ഏത് ടീമിന്റെ ഫാനാ? ഞാൻ ബ്രസീൽ. പറങ്ങോട്ട് റൊണാൾഡോ ഫാൻ. പോർച്ചുഗീൽ. എന്ത് പറ്റി മിണ്ടാത്ത എന്താന്നൊരു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഫുട്ബോൾ കളിക്കാൻ ബ്രസീൽ ആൻഡ് പോർച്ചുഗൽ നിങ്ങള് കോണ്ടന്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീ നിന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് പോർച്ചുഗലിനെ പോർച്ചുഗലിന് എന്തോ പറയാൻ മിണ്ടായിരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞു. പോർച്ചുഗൽ തിരിച്ച് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യണം. റൊണാൾഡോ അങ്ങനെ ഇറക്കിയതില്ല. അവൻ എന്തോ പറയാനുണ്ട് അത് പറ. പറഞ്ഞെടുക്ക്. ഞാൻ മിണ്ടാതിരിക്കും. നീ എന്നെ കുറ്റം പറ, നീ ബ്രസീലിനെ കുറ്റം പറ. ഇല്ല എനിക്ക് കുറ്റമൊന്നും പറയില്ല. അങ്ങനെ പറയാം ബ്രസീലിനെ കുറ്റം അത് ഞാൻ ഒരു എല്ലാത്തിനുപരി ഒരു ഫുട്ബോൾ സ്നേഹിയാണ്. അങ്ങനെ ഒരു ഫുട്ബോൾ കുറ്റം പറയത്തില്ല. ഒരു ഫുട്ബോൾ പ്ലെയറിനെ കുറ്റം പറയില്ല. ന്യൂട്രൽ ആയിട്ട്. പക്ഷെ സ്വന്തം ടീമിനെ പൊക്കി പറയണം. സ്വന്തം ടീമിനെ പൊക്കി പറ. ലാസ്റ്റ് കളി നമ്മുടെ പോർച്ചുഗലിലെ റൊണാൾഡോയും കോങ്കോ DR കോങ്കോ ആയിട്ടുള്ള ലാസ്റ്റ് അങ്ങനെയല്ല ലാസ്റ്റിലെ കുറിച്ച് DR കോങ്കോ ആണോ? എന്താ ചോദിക്കട്ടെ? 5 മിനിറ്റ് ചോദിക്കാം. അതിനെ കുറിച്ച് ഞാൻ ഇവന്റെ അടുത്ത് എന്തോ പറയാനാ. ഇവനെ ഫുട്ബോൾ കൂടുതൽ കൊള്ളാൻ. ഞാൻ ഈ സീസണൽ ഇത് മാത്രമേ. ഞാൻ കൂടുതൽ ക്രിക്കറ്റിന്റെ ആളാ. അല്ല ഞാൻ എന്തോ പറയാനാ. അല്ല അർജന്റീന വല്ല വരുന്നേ സംസാരിക്കാം. അതെങ്ങനെ മാറാനാ? ആ ഫാൻസിനെ മാറ്റി കളയുന്നു. കണ്ടന്റിന് വേണ്ടിട്ട് കണ്ടന്റിന് വേണ്ടി അങ്ങനെ സംസാരിക്കല്ലേ. ഇല്ല, ആൾക്കാർ ഇടിക്കും. എന്താ പപ്പാ അത് വേണമെങ്കിൽ. ഓക്കെ, അന്ന് വേറെ തരാം. ഭയങ്കര ഫുട്ബോൾ പ്രേമിയായിട്ടാണ് മാർക്കോണി ഇരിക്കുന്നത്. മാർക്കോണിയുടെ പപ്പ ഇവനോ? ഞാൻ പപ്പയാ ശരിയാകൂ? ഇവനാ പപ്പ? അസാറില്ല, വെറൈറ്റി. എന്നാ ശരിയാ. അയ്യോ എനിക്ക് വരുന്നില്ല. എന്താ പപ്പ ഞാൻ കളിക്കാൻ പോകട്ടെ? വേണ്ട അതാ വേണ്ട വേണ്ട. സ്ക്രീനിങ് ഉണ്ടെന്ന് പറ, ഗ്രൗണ്ടില് കാണാൻ പോണെന്ന് പറ. അതുണ്ട് പപ്പ ഗ്രൗണ്ടില്. ഏതാ അപ്പൊ പറഞ്ഞത്? എന്തോ സ്ക്രീനിങ്ങോ? സ്ക്രീനോ? നമ്മുടെ വീട്ടിലൊരു സ്ക്രീൻ ഉണ്ടല്ലോ. പപ്പ അതല്ല പപ്പ, വലിയ സ്ക്രീൻ. വലിയ സ്ക്രീൻ വേണോ നിനക്ക്? എന്ത് പപ്പ പറ പപ്പ. എന്ത് പറയാനാ? നീ പോ, നിനക്ക് ഫുൾ ഫ്രീഡം. പോ. വഴിയെവിടാ? വഴിയെവിടെ അന്നേരത്തില് മാപ്പിട്ട് പോടാറുക. പപ്പ എനിക്ക് പോണില്ല. അല്ല ഞാൻ ചൊറിഞ്ഞേ. വേണ്ട. ഒന്നുമില്ല പപ്പ. പറ പപ്പ. നീ എന്നിട്ടാടാ സൗണ്ട്? ഇവ കറക്റ്റായിട്ട് ഞാൻ കറച്ച് മീറ്റർ അല്ല പിടിക്കും. നീ എന്താ എന്തെങ്കിലും പറ. അപ്പൊ ഞാൻ പറ. നീ എന്നെ ചൂടാകട്ടെ. എന്തെങ്കിലും പറ, ചൂടാ. എന്തെങ്കിലും കാര്യം പറ. ഗേൾ ഫ്രണ്ടിനെ പിടിച്ചു. അപ്പൂസേ എന്റെ പപ്പ. അപ്പൂസേ നീ അവിടെ പോയാ?
ഞാൻ എവിടെയും പോയില്ല. ഇന്ന് രാത്രി 12 മണിക്ക് നീ വീട്ടിൽ വന്ന് കയറി ഞാൻ കണ്ടല്ലോ. അയ്യോ അത് ഞാനല്ലായിരിക്കും. പിന്നെ ആരാ? എന്റെ അമ്മയാ? അല്ല പിന്നെ പൂച്ച വല്ലതും വന്നായിരിക്കും. പൂച്ച 2 കാലിന് മേൽക്കുവാണ് വരുന്നത്. പിന്നെ പൂച്ച എങ്ങനെ വരണം? അപ്പൂച്ചനെന്താ? ഞാൻ നിന്റെ പപ്പയാ. ഞാൻ പറഞ്ഞില്ലല്ലോ പപ്പയല്ലെന്ന്. അപ്പൂച്ച ഞാൻ നിന്റെ പപ്പയാ. അമ്മച്ചി അമ്മച്ചി എടുത്ത് ചോദിക്കണ്ടേ? മോനി തന്നെയല്ലേ? ഞാൻ നിന്റെ പപ്പയാ. ഇനി ഞാനെന്ത് വേണം? മതി. അയ്യോ നിങ്ങൾ ഇങ്ങനെ ചിരിക്കാണ് ചെയ്യുന്നത്. അത് ചിരിക്കാണ്ട് ചിരി വരില്ലേ? അപ്പൂസേ എന്താ പപ്പ? അയ്യോ ഒന്ന് പറഞ്ഞേ. എന്താ ചോദിക്ക്? അപ്പൂസേ എന്ത് പപ്പ? സുന്ദരിയാണല്ലോ. അപ്പൂസേ ചിരിക്കുന്നോ? കാര്യം പറയപ്പോ. എന്ത് പപ്പ? കരയാ അപ്പൂസേ. എന്ത് പപ്പ? എന്താ പറയുന്നത് പപ്പ? പപ്പ ചോറ് കഴിച്ചു. ചോറ് കഴിച്ചോ അപ്പൂസേ? ഇല്ല. അതെന്താ കഴിക്കാന്? മമ്മി തന്നില്ല. ഇതെന്താ മമ്മി? മമ്മിയോ? അയ്യോ അയ്യോ നല്ല മമ്മി. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെന്തേലും ചോദിച്ചേ? വേറെന്താ ചോദിക്കണ്ടേ? എന്തേലും ചോദിക്കേ? എന്താ ചോദിക്കണ്ടേ? എന്തേലും ചോദിക്കും. അല്ല ഇന്റർവ്യൂ ചോദിക്കാൻ. ഇന്റർവ്യൂ ചോദിക്കും. ഓക്കെ. ഈ പപ്പ മോൻ ചെയ്യുമ്പോഴേ ഈ ഒരു ടോൺ പിടിക്കാന്ന് വിചാരിച്ചത് എന്താ? അങ്ങനൊന്നുമില്ല. ആദ്യം നോർമലായിട്ട് സംസാരിച്ചു. ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. നേരെ ഞാൻ ആദ്യം പപ്പ അപ്പൂസ് എന്നായിരുന്നു പേരിട്ട ആദ്യം. അല്ലല്ല വേറെ ആദ്യം വേറെ പേരായിട്ടത്. അപ്പൊ നമ്മൾ പപ്പ അപ്പൂസ് എന്ന് വിളിക്കുമ്പോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഒരു 3, 4, 5 ടേക്കും കണ്ടെടുത്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് സൗണ്ട് വന്നില്ല. അപ്പൊ നമുക്ക് ഇത് ഒരു മിനിറ്റ് രേമ്പൊക്കെ വന്നേ വിടാൻ പറ്റില്ല. പിന്നെ എന്തുവാ അപ്പൊ ഞാൻ 5 ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അതങ്ങോട്ട് ഞങ്ങക്ക് സൂട്ട് ആവുന്നില്ല. അപ്പം പിന്നെ 6ാമത്തെ ടേക്ക് എടുക്കാൻ നേരത്തെ കണ്ടു ഇവൻ ഈ സാധനം കയ്യിന്നിട്ട് ഇതിവൻ കയ്യിന്നിട്ട് ഞാൻ നമ്മളാരും പറഞ്ഞൊന്നുമില്ല എന്റെ പപ്പ അങ്ങനൊന്നും ചോദിക്കും. ഇവൻ കയ്യിന്നിട്ട് അപ്പൊ നിർത്തിയില്ല. അപ്പം പിടിച്ച് പിന്നെ അടുത്ത ടേക്ക് പിന്നെ എനിക്ക് ചിരി വന്നു. അപ്പൊ നിർത്തി ഈ സൗണ്ട് കേട്ടിട്ട്. പിന്നെ അടുത്ത കുറച്ച് ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം ഫുട്ടായി എല്ലാം കറക്റ്റായി. വീഡിയോ പക്ക പിന്നെ അത് മതി. മില്യനടിച്ച വീഡിയോ അതന്നേരം അല്ല അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ വീഡിയോ ഓടുന്ന നമുക്കൊരു തൃപ്തി ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. മനസ്സിലായി. ആ ഓട്ടം ഭയങ്കര ഓട്ടമായിരുന്നു. അന്ന് 12 മണിക്കുള്ളിൽ തന്നെ മില്യൻ അടിച്ചു. പിന്നെ പിറ്റേ ദിവസം 2 മില്യൻ അടിച്ചു. അങ്ങനെ എത്ര വരെ പോയത്? 4-5 കണ്ടായെന്ന് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ നോക്കാറുണ്ടോ? വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് എത്രയായെന്നൊക്കെ? അല്ല നമ്മൾ നോക്കാറുണ്ട്. അടുത്ത വീഡിയോ മാത്രം നോക്കത്തുള്ളൂ. പിന്നെ ഇടുന്ന വീഡിയോ മാത്രം അങ്ങനെ നോക്കുള്ളൂ. പിന്നെ പ്രൊഫൈലിൽ കയറുമ്പോ എല്ലാം കാണും. അല്ല പിന്നെ താഴോട്ട് പോയി നോക്കത്തൊന്നുമില്ല. അല്ലാണ്ട് അങ്ങനെ ഇരുന്ന് നോക്കാറില്ല ഇടയ്ക്ക്? ഇല്ല. നമ്മൾ പിന്നെ ആ ക്യാരക്ടർ പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ഒന്നുകൂടെ റീവാച്ച് ചെയ്യും. അതൊന്ന് കിട്ടാൻ വേണ്ടി. അല്ല ഒന്നും ചെയ്തൊന്നുമില്ല. ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു ടോണിലേക്ക് വന്നത്. ആദ്യമായിട്ട് ആ വീഡിയോ ഇട്ട സമയത്ത് എന്തായാലും ഒരു വെറൈറ്റി സാധനമല്ലേ കൊടുക്കുന്നത്. അപ്പൊ പ്രേക്ഷകരുടെ കാണുന്ന ആൾക്കാരുടെ ആ ഒരു സംഭവം എന്താന്ന് അറിയാൻ ഇവന്റെ സ്ലാങ്ങും പിന്നെ ഞാനും നമ്മള് വേറെ ഏതായിരുന്നു വെറൈറ്റി സ്ലാങ് പിടിച്ചത്? ഏതായിരുന്നു? മറ്റേ സാധനം അക്ഷയ് ശ്രീഹരി എന്ന് പറയുന്ന ക്യാരക്ടർ. അതൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. മറന്നുപോയി. ഇന്നെന്റെ കല്യാണമാണ്. അത് പോയി കാണണം. അന്നേരം വരുത്തുള്ളൂ. കാണണോടെ. സൂപ്പർ ക്യാരക്ടർ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. അത് ഭയങ്കര ഭയങ്കര പാടി ഞാൻ ചെയ്തേ. അല്ല ഞാൻ കഷ്ടപ്പെട്ടു. അതല്ല വേറെ
നമസ്കാരം ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ. ഒന്നുമില്ല, എന്ത് പറ വേറെ ചാനൽ ഒരു കോൺട്രവേഴ്സി നടക്കുന്നില്ലേ? എന്ത് മനസ്സിലായില്ല. പിന്നെ പറഞ്ഞുതരാം. പിന്നെ പറയാം. നമ്മളിങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അല്ല നമ്മൾ അപ്പൊ വേറെ യൂണിവേഴ്സിലെ പരിപാടീസ് ഒന്നും അതെ നമ്മൾ ഇതുപോലെ കണ്ടന്റും കാര്യങ്ങളും സിനിമ അതൊക്കെ ഉള്ളു. അല്ല നമുക്ക് പുറത്ത് വേറെ അതൊക്കെ തലയ്ക്ക് അത് ഇങ്ങനെ ഭയങ്കര എന്തിനാ അതൊക്കെ നോക്കുന്നത്? അതൊക്കെ എടുത്തിട്ട് കോമഡി ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് നമുക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മനസ്സിലായി. എന്റെ കയ്യിലേട്ടോ, നിന്റെ കയ്യിലുണ്ടോ? ഇല്ല, എന്റെ അത്ര ഇല്ല. എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എങ്ങനെ എപ്പോ എഴുതി വെക്കോ കണ്ടന്റ് ഒക്കെ? ഇല്ല ഇല്ല, ഞാൻ ഇടയ്ക്ക് വാട്സപ്പിൽ വോയിസ് ഇട്ട് വെക്കും. സ്വന്തം ഇതിലേക്ക് തന്നെ അയക്കും. അപ്പൊ എഴുതി വെക്കാണ്ട് എങ്ങനെ ഇത് ഓർത്തിരിക്കുന്നത്? ഇല്ലേ നമ്മള് ചിലത് ഞാൻ ഇവന്റെ വീട്ടിൽ പോയിരുന്നിരിക്കുമ്പോ നീ എഴുതി വെക്കത്തില്ലല്ലോ, വോയിസ് ഇട്ട് വെക്കും. വോയിസ് ഇട്ട് വെക്കും. ഇന്ന പോലെ ഉണ്ട് ഇതുപോലെ തന്നെ. അത് പോട്ടെ. അല്ലല്ലേ അല്ല വയ്യ നിനക്ക് എന്തോ പറയാൻ വന്നേ, മറന്നുപോയി. അവിടെ ഇവിടെ കണ്ടന്റ് എഴുതി വെക്കാത്തോണ്ട് ഓർമ്മ ഉണ്ടാവുന്നു. ഇല്ല എഴുതി വെക്കത്തില്ല. ഇല്ല, അപ്പൊ എങ്ങനെ ഓർത്തി? ഞാൻ ഷോർട്ട് വിടത്തേ ഉള്ളു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചുമ്മാ ഇരിക്കുമ്പോ ഇതുപോലെ തന്നെ മറ്റേ പപ്പയുടെ കണ്ടന്റ് ഇല്ലേ, ഒരു കൂട്ടുകാരൻ വണ്ടി എടുക്കാൻ വരുന്നത്, അത് വീട്ടിലെ വണ്ടിയാ, അത് അച്ഛൻ കയറി വരുന്നത്. അത് അന്നേരം അവിടെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടപ്പം വണ്ടിയും അതുകൂടെ ചോർത്ത് അങ്ങനെ ഒരു കണ്ടന്റ് ഞാൻ വേറെ കണ്ടന്റ് ചെയ്യാൻ അത് സ്പോട്ടിലുണ്ടാക്കി. എന്താണ് നിന്നുണ്ടാക്കിയാലും വിളിക്കടാ? അതൊക്കെ കയ്യിലിടുന്നേ. അതൊക്കെ അന്നേരം കയ്യിൽ നിന്ന് ഇടുന്നയാ. കാരണം വണ്ടിക്കകത്ത് വെള്ളം എല്ലാം കണ്ടു വെച്ചിട്ടുണ്ടോ എപ്പോഴും വന്ന് എടുക്കാൻ, അതെല്ലാം കയ്യിൽ നിന്ന് വരുന്നത് അതൊക്കെ. പിന്നെന്ത് ചുമ്മാ നമ്മൾ എഴുതി വെച്ചിട്ട് ഇതൊക്കെ ആ സ്പോട്ടിൽ എങ്ങനെ എടുത്തടിക്കാൻ? ഇങ്ങനെ ആലോചിച്ചിരുന്ന് എഴുതി ഡയലോഗ് ഒക്കെ എഴുതി കറക്റ്റ് ചെയ്ത് പിന്നെ എഴുതി അത്രയും ഒറിജിനാലിറ്റി അതിന് അതിലേക്ക് കിട്ടും. പക്ഷെ അതെങ്ങനെ സ്പോട്ടിൽ ഇത്രയും ഡയലോഗ്സ് ആ ഒരു അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ് മനസ്സിലാവുന്നത്. എങ്ങനെയാ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? ഞങ്ങളിപ്പോ ഇത് ഒരു വട്ടം പറഞ്ഞതാ. നീ അത് മൈൻഡില്ല ഒരു വട്ടം പറഞ്ഞിട്ട് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അത് അപ്പോഴേ മനസ്സിലായി ചെളിയാന്നത്. ഇനി ഞാൻ പറയുന്നില്ലോ. അല്ല പറ എന്തോ ഇത് ഇങ്ങനെ സ്പോട്ടിൽ ഈ സാധനങ്ങൾ വരുമ്പോഴേ അത് അപ്പൊ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്ത് പോകും. പിന്നെ നമ്മള് ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യും. എങ്ങനാ? ഇന്ന കാര്യം ചില കണ്ടന്റ് നമ്മൾ അങ്ങനെ പറഞ്ഞാലും ശരിയാവത്തുള്ളൂ. ചിലതിന്റെ അകത്ത് നമ്മൾ ഈ ഡയലോഗുകൾ പറയണം, പക്ഷെ വേറെ കയ്യിൽ നിന്ന് ഇട്ടോ ഇടും. ഓക്കെ. ഈ ഫിലിംസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഫിലിംസ് കാണുന്ന ആൾക്കാരാണോ? കാണാറുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ല, ഒരാഴ്ച. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കറക്കം നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ പോയി? നമ്മള് ഗോവയിലായിരുന്നു. ഗോവയിൽ എന്താ? ഗോവയില് ഒരു എന്ത് പ്രൊമോഷന്റെ പരിപാടി. ഈ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് എങ്ങനെ ലൈഫ് മാറി? നമ്മളങ്ങനത്തെ ഒരു പോക്കറ്റ് കാലിയായ പോക്കറ്റ് നിറഞ്ഞോ? നമ്മുടെ ഒരു ഐഫോൺ എടുത്തു, അല്ലാതെ ഒരു ഫോൺ എടുത്താൽ പിന്നെ വരുന്ന നാടൊന്നും നമ്മൾ അങ്ങനെ പിടിക്കാറില്ല. ഫോൺ ഉണ്ടായിരുന്നു, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നമ്മളങ്ങനെ നാട് പിടിക്കാറില്ല. എന്താ പിടിക്കാത്ത? നമുക്ക് രക്ഷപ്പെട്ട് സിനിമയൊക്കെ എന്നാലും ഇത് നല്ലല്ലേ പ്രൊമോഷൻസും കൊള്ളാബൊക്കെ. നമുക്ക് പിന്നെ ചില കാര്യങ്ങൾ എന്തോ ചില എന്ന് വെച്ചാൽ നമുക്ക് എന്തോ ചിലർ എന്തോ പറയാൻ എനിക്കിത് കറക്റ്റായിട്ട് പറയാൻ നീ പറയുന്ന എന്ത് പറയാൻ നിനക്കും അറിയാലോ പറ എന്ത് എങ്ങനെ അത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് അങ്ങനെ നമ്മൾ പൈസ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ മണ്ടത്തരാണോന്നൊന്നും അറിയത്തില്ല, നമുക്ക് അറിയത്തില്ല. നമ്മള് അല്ല നമ്മള് വേണ്ട ഇപ്പൊ ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമുക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞൊന്ന് എവിടെയെങ്കിലും ഒക്കെ ശരിയാവും. അറിയത്തില്ല, വരുന്നേക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പിടിക്കുന്നുണ്ട്. പിന്നെ വേറെ അല്ലാതെ വരുന്നൊന്നും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നു പിടിക്കത്തില്ല. അത്ര വലിയ പൈസ തരാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അങ്ങനെ മിസ്റ്റേക്ക് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? കുറെ ഗെയിംസും അതും ഇതൊക്കെ കൊണ്ട് മീൻസ് ട്രേഡിങ്ങിന്റെ പരിപാടി അങ്ങനെയൊക്കെ കുറെ അതൊന്നും നമ്മൾ ചെയ്യത്തില്ല. അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യത്തില്ല. അല്ലാതെ എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും കാര്യങ്ങളോ ഷോപ്പോ അതൊക്കെ ചെയ്യും. ഓക്കെ. ഈ ഫസ്റ്റ് ഒരു ഏണിംഗ് എത്രയായിരുന്നു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷനിൽ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ഒരു എമൗണ്ട്? ആദ്യം പ്രൊമോഷൻ ചെയ്യുന്നത് ആദ്യം എത്ര നമുക്ക് ഫസ്റ്റ് കിട്ടിയ 3000 രൂപ കണ്ടല്ലോ കിട്ടി. അങ്ങാണ്ട് ഷൂവിന്റെ ഒരു പരിപാടിയായിട്ട് അത്ര. എന്തുവാ ഷൂ 5 രൂപ കണ്ടല്ലേ മേടിച്ചു ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പോഴേ കണ്ടെത്താനാണ് വാങ്ങിച്ചു. ആരുടെ ഒരു ആക്ടിങ് കണ്ടിട്ടാണ് ഇങ്ങനെ സിനിമ ആക്ടിങ് ഒക്കെ ഇൻസ്പയർഡ് ആയത്? അങ്ങനെ എല്ലാവരുടെയും കണ്ടിട്ടാണ്. എല്ലാ സിനിമയും എല്ലാവരെയും ഇഷ്ടമാണ്. ആക്ടിങ് കണ്ടിട്ട് അങ്ങനെയല്ല, സിനിമ എല്ലാവരുടെയും സിനിമ ആണ്, എല്ലാ സിനിമയും ഇഷ്ടമാണ്. പണ്ട് തൊട്ട സിനിമ ആണ്. എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടം ചെയ്യാൻ? എനിക്ക് ഇച്ചിരി വില്ലനൊക്കെ ചെയ്യാൻ ഇഷ്ടം. ആണോ? ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട. വില്ലനിസം വരുന്ന എന്തെങ്കിലും അതൊന്നും ഇപ്പൊ പറ്റുന്നില്ല. ഇടി നിങ്ങൾ തമ്മില് ഭയങ്കര വാക്ക് തീർക്കാം സ്ഥലത്തിന്റെ പേരില്.
ആപ്പാടിച്ചിരി സ്ഥലം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഗേൾസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ ചേട്ടന്റെ ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്? അയക്കാറുണ്ട്. എന്നിട്ട് നമ്മള് ക്രഷ് ആന്നൊക്കെ പറഞ്ഞ് അയക്കാറുണ്ടോ? ഇല്ല പ്രപ്പോസൽസ് ഇല്ല, നമ്മള് മെസ്സേജ് അയക്കിയത് എന്തോ ലൗച്ചിന് മേടിച്ച് വേറെ ഒന്നും കൊടുക്കാറില്ല. ഇല്ല, അവരെ നമ്മള് വെറുപ്പിക്കില്ലല്ലോ. എല്ലാവർക്കും സന്തോഷം. നമ്മൾ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ആക്ടിങ് കണ്ടിട്ട് എല്ലാരും വരുന്നത്. അപ്പൊ നമുക്കും പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? എന്താ അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് അവര് പ്രപ്പോസ് ചെയ്ത് നമ്മളെന്തിനും പ്രപ്പോസ് ചെയ്യുന്നത്? നമ്മള് എന്ത് ഞാൻ പറഞ്ഞ എനിക്കൊരു എന്തോ കള്ളത്തിലുണ്ടല്ലോ. ഇല്ലില്ല, ഇൻബോക്സ് കാണിക്കട്ടാ. ഇൻബോക്സ് ഇല്ല, വീട്ടിൽ വെച്ചിട്ടാ വന്നത്. എന്റെ ചളിയാണ് ലോകം കാണാത്തല്ലേ. എന്റെ ഇൻബോക്സ് എവിടാ? എന്റെ ഇൻബോക്സ് എവിടാ? മൊബൈൽ. എന്റെ മൊബൈൽ എവിടാ? എവിടാ? വീട്ടില്. അല്ല, എവിടാ? ഇവിടെ. അവന്റെ ഫോണാ. 2 ഫോണാ. എനിക്ക് എത്ര ഫോണുണ്ട്? എത്ര ഫോണുണ്ട്? ഒരു ഫോണ്. പിന്നെ സീരിയസ്ലി ഏത് ആക്ട്രസിന്റെ കൂടെ പെയർ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം? ആരാണ്? അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. വില്ലനാണെങ്കിൽ ഏത് നടിയുടെ വില്ലനാണോ? അതും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ചിന്തിക്കേ. ഇപ്പൊ ആണെങ്കിൽ മസ്താനി ഒരു നടിയായ മസ്താനിയുടെ വില്ലനാവും. എന്തിന്? നിങ്ങളൊരു നടിയാവും ഇപ്പൊ നിങ്ങളുടെ വില്ലനാവും. എന്നോട് നിങ്ങൾ ദേഷ്യമുണ്ടോ? അല്ല, പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുമ്പോ മുമ്പിൽ കാണുന്നില്ല. ഞാൻ നടിയല്ലേ? ഇല്ലേ? ഇല്ലെന്നാ ഉണ്ടെന്ന് പറയാ. നോക്കിട്ടെ അല്ല, ഇപ്പൊ നിലവിലുള്ള ആക്ട്രസ്മാരില് നിലവിലുള്ള ആരാ ഏറ്റവും ഇഷ്ടം? ഇതൊക്കെ ടഫ് ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ നോക്കി നിൽക്കത്തില്ല ഇങ്ങനെ ആരെ ഇഷ്ടം. ഞാൻ സിനിമ നമുക്ക് എല്ലാരും ഇഷ്ടമാണ്. നമ്മളെല്ലാരും കാര്യങ്ങളാണ്. പിന്നെ ഇഷ്ടം എന്തോ പറയുന്നു, എല്ലാവർക്കും ഓരോ പരിപാടിയല്ലേ, അതെല്ലാം നമ്മൾ കാണും. അത് കൊള്ളാം, ആ പരിപാടി കൊള്ളാം, ഇഷ്ടപ്പെട്ട്. ഈ പരിപാടി കൊള്ളാം, ഇഷ്ടപ്പെട്ട്. അങ്ങനെ ചെയ്ത പരിപാടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇല്ല, പരിപാടി കൊള്ളത്തില്ല, ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായി? അത്രേ ഉള്ളൂ. ഓരോരുത്തരും പല രീതിയിലാണ് ചെയ്യുന്നത്. നല്ല പരിപാടി അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അവരായിട്ട് വന്നല്ലോ, പല ക്യാരക്ടർ പിടിച്ച് പല രീതിയിൽ ഓരോരുത്തരും വന്ന് ചെയ്യുന്നത്. ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഓക്കെ, നമ്മുടെ ഉള്ളിൽ കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഓക്കെ. എങ്ങനെ പുറത്തിറങ്ങുമ്പോ ഫാൻസ് ഒക്കെ വന്നിട്ടുള്ള സഹകരണങ്ങളൊക്കെ? നല്ല സഹകരണമാണ്. കാണുമ്പോ വന്ന് ബ്രോ കൈതരും. അണ്ണൻ തമ്പിയല്ലേ, കൈതരും. അങ്ങനെയാണ് നിങ്ങൾ കൂടുതലും ആൾക്കാര് ബ്രദേഴ്സ് ആണോ എന്ന് ഡൗട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി, ബ്രദേഴ്സ് അല്ല, ഫ്രണ്ട്സ് ആണ്. ഓക്കെ. ഈ ആദ്യമായിട്ട് നമ്മള് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവും, സോഷ്യൽ മീഡിയ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, പിന്നെ സിനിമ, അങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് ഉണ്ടാവല്ലോ. അക്കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ആൾക്കാർ തിരിച്ചറിയാനും നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ആൾക്കാരെ ഡിസ്കസ് ചെയ്യാനൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് പുറത്തിറങ്ങുമ്പോ ഒരാൾ വരിക, സംസാരിക്കുക, ഫോട്ടോ എടുക്കുക, ആ മൊമെന്റ് ഒക്കെ ഓർമ്മ ഉണ്ടാവും? ആദ്യമായിട്ട് ആരാ വന്നേന്നല്ല, ആ ഒരു മൊമെന്റ് എങ്ങനെ ഫീൽ ചെയ്തു? ആദ്യം നമ്മളെ ഇങ്ങനെ കൊള്ളാം, വീഡിയോ കൊള്ളാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സങ്കടത്തിൽ പറയുന്നത്. അത് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അല്ല, എങ്ങനെയായിരുന്നു അത്? എവിടെയെങ്കിലും ഇരിക്കുമ്പോ വന്ന് പറഞ്ഞതാണോ? എനിക്ക് ഓർമ്മ. പക്ഷെ ആദ്യമായിട്ടൊക്കെ വന്ന് പറയുന്നത് കണ്ടന്റ് വർക്കാന്നുണ്ടെന്ന് മനസ്സിലായി. അതാ ഞാൻ നോക്കിയത്. അവർക്കെല്ലാം അതേ കണ്ടന്റ് വർക്കാന്നുണ്ടെന്ന് മനസ്സിലായി. അവരൊക്കെ വരുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ. അങ്ങനെ അല്ലേ? അതെ, അങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല. കുറച്ചുപേരൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ ഇഷ്ടപ്പെടുന്നവരെല്ലാം നമ്മളെ ഇന്നെ ഇഷ്ടപ്പെടുത്താനേ നോക്കത്തുള്ളൂ. ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്താൻ നോക്കും പരമാവധി. ഇനി എന്താ ഒരു ഫ്യൂച്ചർ? ഇപ്പം സിനിമ ആണ് ഫ്യൂച്ചർ, എന്നാലും ഇപ്പൊ കറന്റ്ലി നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ക്രിയേഷനിൽ തന്നെ ജീവിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കും. ബിസിനസ് പരിപാടി ചെയ്യണമെന്നുണ്ട്. ബിസ്ക്കറ്റ് വെച്ചോണം. എന്താ പറഞ്ഞിട്ട് അടുത്ത ചോദ്യം, എന്ത് ബിസിനസ്? എങ്ങനത്തെ ബിസിനസ്? എന്ത് പ്രോഡക്റ്റ്? എവിടെ തുടങ്ങും? ഇനി വരുമോ ഓരോന്ന്? അടുത്ത പറ. അല്ല, ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. എന്ത് ബിസിനസ്? അത് ബിസ്ക്കറ്റ്. ഏത് ബിസ്ക്കറ്റ്? അത് മറ്റേ ചുമന്ന കവറില്ലേ? ഏത് ചുമപ്പ്? അതെ. ഇനി നിങ്ങൾ പറ. തിരിച്ചു കഴിഞ്ഞില്ലേ? കോമഡിയൊക്കെ കഴിഞ്ഞ്. അയ്യേ, ഇതൊക്കെയാണ് കോമഡി. ചിരിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ചളിയാണ്.
നീ ആക്ടിങ് ചെയ്യല്ലേ, നീ ആക്ടിങ് ചെയ്തിട്ടുള്ള അല്ല ചിരിച്ചത് എന്ത് business? അങ്ങനല്ല പ്ലാനെന്ന് വെച്ച് ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ, പൈസയൊക്കെ വന്നിട്ട് നിങ്ങൾ തന്നെ പാർട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാനാണോ? ആ എന്നിട്ട് എന്തായാലും ഫുഡിന്റെ കട ഇന്ന ബിസ്ക്കറ്റാ, ഇന്ന ചോമ്പ് കാറാ എന്ന് വിളിച്ചു പറയാം കേട്ടോ. നമ്പർ പറഞ്ഞേ. ഷുഗർ ഫ്രീ ആണോ ഷുഗർ ഉള്ളതാണോ? ബിസ്ക്കറ്റ് വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ഈ ഏറ്റവും കൂടുതലല്ലേ പുറത്തിറങ്ങുമ്പോ ഇപ്പൊ ആൾക്കാരെന്താ നിങ്ങളോട് പറയാ, അല്ലെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്യ് അങ്ങനെയൊക്കെ സജഷൻസ് ഒക്കെ തരാറുണ്ടോ? അല്ല നമ്മൾ ചെയ്ത കുറച്ച് വീഡിയോ മറ്റേ അനന്തമ്പിയൊക്കെ എന്താ പിന്നെ ചെയ്യാത്തെന്ന് ചോദിക്കും. വേറെ കുറച്ച് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്താ ചെയ്യാത്തെന്ന് ചോദിക്കും. പിന്നെ വേറെന്ത് ചോദിക്കും, വേറെന്ത് പറയുന്ന ആൾക്കാർ വേറെന്ത് പറയും, ഇങ്ങനെ ചെയ്യാത്തെന്നു ചോദിക്കും. പിന്നെ കാണുന്നവരൊക്കെ കൊള്ളാം, വീഡിയോ നല്ല. എത്രയും പെട്ടെന്ന് പിന്നെ നേരിട്ട് വന്നാലും നെഗറ്റീവ് പറയത്തില്ലല്ലോ. അതില്ല. അങ്ങനെ കിട്ടിയാലും. നിങ്ങളിപ്പോ എപ്പോഴും ഒരുമിച്ചായിരിക്കൂലല്ലോ പുറത്തൊക്കെ പോകുന്നേ. ഇപ്പൊ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് മറ്റേ ആളെവിടെ? അത് ഒറ്റയ്ക്ക് പോകുമ്പോ എപ്പോഴും അത് മാത്രമേ കേൾക്കത്തുള്ളൂ. എന്താ ചോദിക്കാം? ഞാൻ പോകുമ്പോ ഇവനോടെ ചോദിക്കുമ്പോ ഞാനവിടെ സ്വാഭാവികം അങ്ങനെയാണല്ലോ. അത്രേ ചോദിക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് വേണമെങ്കിൽ ആ ഒറ്റ ചോദ്യമുള്ളൂ, വേറെ ചോദ്യമൊന്നും വരത്തില്ല. രണ്ടുപേരും പോകുമ്പോൾ അനന്തമ്പി എന്നൊക്കെ പറഞ്ഞ് കൈ വെക്കും എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനിയും നമ്മുടെ വീഡിയോ കാണലെന്ന് പറഞ്ഞിട്ട് നിർത്തി. അല്ല കാണണം ലൈക്ക് ഒക്കെ അടിക്കണേ. അപ്പോ നല്ല നല്ല കോണ്ടന്റ്സ് ഒക്കെ ഇട്ട് ഇനിയും മുന്നോട്ട് പോവാ, നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.